റൊമാൻസ് 18+ ജോ ആൻഡ് ജോ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ADJയുടെ പുതിയ പടം. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുള്ള ചില ആ ഒരു എന്റർടൈനർ, ഒരു കോമഡി എന്റർടൈനർ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആകെക്കൂടെ പടം കണ്ടു കഴിയുമ്പോൾ ഒരു തൃപ്തിക്കുറവ് പലയിടത്തും ഫീൽ ചെയ്തിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സംഗീത് പ്രതാപിന്റെയും കലാഭവൻ ഷാജുവിന്റെയും ആ രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഹരിഹരസുധൻ ആൻഡ് കൊറിയർ ബാബു. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ചില കൗണ്ടേഴ്സും ചില കോമഡികളൊക്കെ പലയിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംഗീത് പ്രതാപിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ എൻട്രി തൊട്ട് പിന്നീട് സിനിമേനെ പലയിടത്തും ക്യാരി ചെയ്തിരുന്നതും പല കൗണ്ടേഴ്സ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് കുറച്ചുകൂടി ജീവൻ വെച്ചതും ആ ഒരു ക്യാരക്ടർ കാരണം കൊണ്ടാണ്. ആൻഡ് ഷാജോന്റെ ആ ഒരു കൊറിയർ ബാബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മാസ് അപ്പീൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അത് പലയിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ വന്ന് നിൽക്കുമ്പോൾ ഓക്കെ, ഒരു അത്യാവശ്യം ഒരു കിൻഡലിടി ഇടിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് നമുക്കൊരു തോന്നൽ വരുന്നുണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ആ സിനിമയെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയതെന്ന് തോന്നി. ആൻഡ് അതർവൈസ് ബാക്കി എല്ലാവരും, ഈവൻ മാത്യൂസ് ആയാലും മഹിമ നമ്പ്യാർ ആയാലും ഈവൻ അർജുൻ അശോകൻ, അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ആയാലും ശരി, ജസ്റ്റ് അവര് വന്നു പോകുന്നുണ്ടെങ്കിലും സിനിമയിൽ ഒരു അത്രത്തോളം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് അത്ര സാധിച്ചിരുന്നില്ല. ആൻഡ് ഇങ്ങനെയുള്ള ഈ രണ്ട് പേരാണ് സിനിമയുടെ ഒരു 90% നല്ല എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോയിരുന്നത്. ആൻഡ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കോ ആയാലും ശരി, ചിലയിടത്തൊക്കെ ആ ഒരു സിനിമയുടെ വൈബിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ആ ഒരു മ്യൂസിക്കൊക്കെ അല്ലെങ്കിൽ ആ BGM ഒക്കെ വർക്കൗട്ട് ആയിരുന്നത്. ആ സ്ക്രിപ്റ്റിൽ അവർ കുറച്ചും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി ഒരു 100% എന്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് വന്നേനെ എന്ന് ഫീൽ ചെയ്തു. കാരണം നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസ് ആൻഡ് ചില ഒരു എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കുറെ സീനുകളൊക്കെ അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ആസ് എ ഓവറോൾ നമ്മൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ എന്തിനൊക്കെയോ ചില ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ എന്തിനായിരുന്നു എന്നുള്ള ചില സെനാറിയോസ് ഈ സിനിമയിലുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ കുറച്ചുകൂടി ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയി മാറിയേനെ ഈ പടം. അതർവൈസ് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ തൃപ്തിക്കുറവ് ഓഫർ ചെയ്ത ഒരു പടമായിരുന്നു റൊമാൻസ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ അവരുടേതായിട്ടുള്ള കുറച്ച് സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആസ് എ ഓവറോൾ ഒരു എന്താ പറയാ, പോരാ എന്നുള്ള ഒരു ഫീൽ തന്നെയായിരുന്നു പടത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. ആൻഡ് കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ഒരു റോഡ് മൂവി എന്ന് പറയാവുന്ന രീതിയിൽ, കാരണം ഒരു റോഡ് മൂവിയിൽ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ അതിൽ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാവുന്ന ചില സെനാറിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറെ കൂടി ഓക്കെ നമ്മൾ ഓരോ സീൻ കഴിയും തോറും ഓക്കെ ഇനിയിപ്പോ എന്തെങ്കിലും കുറെ കൂടി സംഭവങ്ങളായിട്ട് വരും എന്ന് തോന്നും. പക്ഷെ പലയിടത്തും ആ ഒരു എന്താ പറയാ, ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സ്റ്റോറി ആയിരുന്നു ഈ ഒരു സിനിമയുടെ പ്രശ്നം. ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറിന് താഴെ വരുന്ന ഒരു ഡ്യൂറേഷൻ ഈ പടത്തിനുള്ളൂ. പക്ഷെ പലയിടത്തും ആ ഒരു ലാഗ് ഫീൽ ചെയ്തിരുന്നു. അല്ല, ഈവൻ ആ സ്റ്റോറിയിൽ ഇനി എന്ത് കൊണ്ടുവരണം, എവിടേക്ക് എന്ത് എത്തിക്കണം എന്നറിയാത്ത ഒരു നെട്ടോട്ടം പോലെ ഫീൽ ചെയ്തിരുന്നു. കുറച്ചും കൂടി അവർക്ക് ആ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയി മാറിയേനെ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.